പലപ്പോഴും കാണാൻ സാധിക്കും. അങ്ങനെയുള്ള ആളുകളിലാണ്, വീടുകളിലാണ് പലപ്പോഴും ഈ ശല്യങ്ങൾ കാണാൻ കഴിയുന്നത്. ഒരു ഹദീസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഒരടിമ ഫർളായ കാര്യങ്ങൾ ചെയ്ത് അള്ളാഹു അവനോട് അടുത്തു. സുന്നത്തായ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹുവിനോട് കൂടുതലൊക്കെ അവസാനം അള്ളാഹുവിന്റെ കയ്യാവും കാലാവും കണ്ണാവും എന്നെല്ലാം ഹദീസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എന്നിട്ട് പറയാൻ അങ്ങനെയുള്ള ഒരു അടിമ, അള്ളാഹുവിന്റെ ഒരു ഇഷ്ടദാസൻ, ആ ഇഷ്ടദാസൻ ആരെങ്കിലും എതിർപ്പ് പ്രകടിപ്പിച്ചാൽ അള്ളാഹുവിനോട് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്ന, അള്ളാഹുവിന് യുദ്ധം അള്ളാഹിനോട് യുദ്ധം ചെയ്ത് ആർക്കും ജയിക്കാൻ പറ്റുമോ? അപ്പൊ അതുകൊണ്ട് യഥാർത്ഥ സത്യവിശ്വാസിയാകുക എന്നതാണ് അടിസ്ഥാനപരമായി ഇതിൽ നിന്ന് സംരക്ഷണം നേടാനുള്ള മാർഗം. യഥാർത്ഥ സത്യവിശ്വാസം, അള്ളാഹുവിൽ ജീവിതം അർപ്പിക്കുന്ന, അള്ളാഹുവിന്റെ വിധിവിലൊക്കെ പരമാവധി ജീവിതത്തിൽ സത്യവിശ്വാസിയായി മാറിക്കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നെല്ലാം അവന് സംരക്ഷണമാണെന്ന് നമുക്ക് പൊതുവായി മനസ്സിലാക്കാൻ സാധിക്കും. ഇനി ഈ ജിന്ന് പ്രവേശിക്കാനുള്ള ചില രംഗങ്ങളുണ്ട്. രംഗങ്ങൾ എന്ന് പറഞ്ഞാൽ ഏതൊരാളിലേക്കും പെട്ടെന്ന് ഒരു ജിന്നും കടന്നു വരാൻ സാധ്യമല്ല. ഒന്ന്, ശക്തമായ പേടി, ശക്തമായി പേടിക്കുക. ചിലപ്പോൾ ഇടിമിന്നലായിരിക്കും, അല്ലെ ചിലപ്പോൾ എന്തെങ്കിലും സാധനം മുന്നിൽ വന്ന് വീണപ്പോഴായിരിക്കും, പെട്ടെന്ന് പേടിക്കുക. ഒരിക്കലും ഒരു ജിന്ന് പറഞ്ഞതെന്ന് വെച്ചാല്, നീ എങ്ങനെയാണ് പ്രവേശിച്ചെന്ന് ചോദിച്ചോ പറഞ്ഞത്, ഞാനൊരു കറുത്ത പട്ടിയുടെ രൂപത്തിൽ ഇവളുടെ അടുത്ത് ചെന്നിട്ട് ഇവളെ ഞാൻ ഇങ്ങനെ ഓടിച്ച് അങ്ങനെ അവള് വീണ് എന്നാ പറഞ്ഞത്. ഈ രോഗി ബോധത്തിലേക്ക് വന്ന സമയത്ത് ഈ സംഭവം ചോദിച്ചു. അപ്പൊ പറഞ്ഞത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ്, ഈ രോഗം തുടങ്ങുന്നതിന് മുമ്പുള്ള സംഭവമാണ് പറഞ്ഞത്. അന്ന് വേനൽക്കാലമായിരുന്നു, മുറ്റത്ത് വെച്ചാണ് ഞങ്ങൾ കഞ്ഞിയൊക്കെ വെച്ചിരുന്നത്. അങ്ങനെ ഒരു കറുത്ത പട്ടി വന്ന് വല്ലാതെ ശല്യപ്പെടുത്തി. അപ്പൊ ഞാൻ ഉമ്മാന്ന് പറഞ്ഞുകൊണ്ട് ഈ ഓടി വീടിനകത്തേക്ക് കയറി അവിടെ അങ്ങ് വീണ് എന്നാ പറഞ്ഞത്. അതിനുശേഷമാണ് ഈ രോഗം ആരംഭിക്കുന്നതാണ് രോഗിയുടെ ബന്ധുക്കൾ പറയുന്നത്. അപ്പൊ ശക്തമായി പേടിക്കണം. അവരെ വേറൊരു ജിന്ന് ബാധിച്ച സംഭവം പറയുന്നത് വെച്ചാൽ, ഒരു സ്ത്രീയിൽ സിഹ്ർ ചെയ്ത്, ഈ സിഹ്ർ ചെയ്യപ്പെട്ട ഈ ജിന്ന്, സിഹ്റാൽ ഏൽക്കപ്പെട്ട ജിന്ന് ഇങ്ങനെ ചുറ്റി നടന്ന് ഇവൾക്ക് പ്രവേശിക്കാൻ സമയം കിട്ടുന്നില്ല. അപ്പോഴാണ് ഇവളുടെ വീടിന്റെ തട്ടുമ്പുറത്തൊരു കള്ളം കയറി ഇവളാകെ പേടിച്ചു. അപ്പോൾ അങ്ങോട്ട് കയറി. അപ്പൊ ശക്തമായി പേടിക്കലാണ് ജിന്ന് പ്രവേശിക്കാനുള്ള ഒരു കാരണം. രണ്ട്, ശക്തമായി കോപിക്കുക. അതുപോലെ വികാരം ഇളകി പുറപ്പെടുന്ന, വികാരത്തിൽ മൂക്കുകുത്തുന്ന രംഗങ്ങൾ. ഉദാഹരണത്തിന് പല ആളുകളും ഇപ്പോ വേശ്യകളെ സമീപിക്കുന്ന സമയത്ത്, അങ്ങനെയുള്ള സമയത്തെല്ലാം വേശ്യാവൃത്തി ചെയ്തതിന് ശേഷം ഈ പ്രശ്നങ്ങളുണ്ടായ സംഭവങ്ങൾ ഈ ചികിത്സയുടെ അടുത്ത് പറയാറുണ്ട്. കാരണം എന്താണ്, ഒരു അന്യ സ്ത്രീയുടെ അടുത്ത് ഇങ്ങനെ പോകാൻ ആളുകൾ കാണരുത്, അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെ പ്രത്യേക ഒരു അവസ്ഥയിൽ പോയി കഴിയുമ്പോൾ ആ അവസ്ഥ, അതായത് നമ്മുടെ ആത്മാവിനെ ബാധിക്കുന്ന ചില ദൗർബല്യം, അത് ആത്മാവ് ദുർബലമാകുന്ന ചില രംഗങ്ങൾ, അല്ലെങ്കിൽ ആത്മാവിന്റെ ഒറിജിനൽ അവസ്ഥയിൽ നിന്ന് വ്യത്യസ്തമാകുന്ന ചില രംഗങ്ങൾ, ആ അവസ്ഥകളിലാണ് ഇവർ പ്രവേശിക്കുക. മറ്റൊന്ന് ശക്തമായ അശ്രദ്ധ, ഇങ്ങനെയുള്ള സമയത്തും ജിന്നുകൾ പ്രവേശിക്കും. അപ്പൊ ഈ 4 രംഗങ്ങളാണ് സാധാരണയായിട്ട് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇങ്ങനെയുള്ള രംഗങ്ങൾ ഒരാളിൽ ഉണ്ടാകുന്ന സമയത്താണ് ഇത് പ്രവേശിക്കാൻ സാധ്യത. അപ്പൊ നമ്മൾ ഇത് ഒരു കാര്യമാണ്, ഇപ്പോ ഭാര്യയായിട്ട് വഴക്കിടുകയാണ്, വഴക്കിട്ട് വീണ്ടും അവളങ്ങോട്ട് കോപത്തിൽ വീണ്ടും അവളെ കോപിപ്പിച്ച് എന്താ ഉണ്ടാകുക, അവള് പിശാചിന് വിഹരിക്കാനുള്ള രംഗമായി മാറും. അപ്പൊ അതുകൊണ്ട് ഭാര്യയെ സ്നേഹിക്കുന്നുണ്ട് എന്ത് ചെയ്യുക, അവളിൽ സമാധാനം ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കേണ്ടത്. വീണ്ടും പ്രയാസപ്പെടുത്തി കോപമോ ദുഃഖമോ നിരാശയൊക്കെ അവൾ ഉണ്ടാക്കിയാൽ നാം മനസ്സിലാക്കുക, നമ്മുടെ ഇണയെ പിശാചിന് ഇട്ടുകൊടുക്കുകയാണ് ചെയ്യുക. അപ്പൊ ഇങ്ങനെ മനുഷ്യന്റെ ഈ അവസ്ഥകൾ, മനുഷ്യന്റെ ആത്മാവ് ഉണ്ടാവാതിരിക്കാനുള്ള അവസ്ഥകൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി ഇങ്ങനെ ബാധിച്ചു കഴിഞ്ഞാൽ എങ്ങനെ അറിയാം? ഇപ്പോ ഒരുപാട് ആളുകൾ ഇത് പിശാച് ബാധയാണെന്ന് അറിയാതെ ജീവിക്കുന്ന ആളുകളുണ്ട്, ഒരുപാട് ആളുകളുണ്ട്. അത് ഡോക്ടർമാരെല്ലാം കാണിക്കും, കുറെ ചികിത്സയൊക്കെ എടുക്കും. ചിലരെന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല് ഡോക്ടർമാരുടെ അടുത്ത് ചികിത്സ കൊണ്ട് ഭരിക്കാതെ വരുമ്പോൾ എന്നാൽ നമുക്ക് വേറെ ഒരു വഴി നോക്കാമെന്ന് പറഞ്ഞ് മന്ത്രവാദികളെടുത്ത് പോകും. ഇനി എല്ലാവരും എന്ന് പറഞ്ഞാൽ സാധാരണക്കാരെന്ന് എടുക്കരുത്. ഇപ്പൊ ഒരു പണ്ഡിതൻ അദ്ദേഹത്തിന്റെ ഒരു അവസ്ഥ പറഞ്ഞാണ്, ഒരു പണ്ഡിതൻ മിമ്പറിൽ നിന്നെല്ലാം കുത്തുവെല്ലാം പറയുന്ന ഒരു തൗഹീദിന്റെ വാക്താവ് അദ്ദേഹത്തിന്റെ അവസ്ഥ പറഞ്ഞാണ്. അദ്ദേഹത്തിന് ഇങ്ങനെ ചില പ്രയാസം ഉണ്ടായപ്പോൾ നിരന്തരമായി ഡോക്ടറെ കണ്ടു. അദ്ദേഹത്തിന്റെ വീട്ടിലെ പ്രശ്നത്തിലാണ്. അവസാനം ഞാൻ ഇത് പറയുമ്പോൾ ഈ സംഭാഷണം ആ വ്യക്തി എങ്ങനെ കേൾക്കാനിടയായാൽ ആ വ്യക്തി ആരെന്ന് മനസ്സിലാകാത്ത രൂപത്തിൽ നമ്മൾ പറയുന്നത്. പിന്നെ നമ്മൾ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് വിശദീകരിക്കുന്നുള്ള, ഒരിക്കലും ഒരാളെ കുറിച്ച് പരദൂഷണം എന്ന ഉദ്ദേശത്തിലല്ല. ഇത് പറയുമ്പോൾ ആ വ്യക്തി ആരാണെന്ന് ഒരാളും അറിയാത്ത രീതിയിലാണ് നമ്മൾ സംസാരിക്കുക. അപ്പോ അദ്ദേഹത്തിന് അവസാനം ഡോക്ടർ പറയും, നിങ്ങൾ കാര്യം ചെയ്യും, ഞാൻ ഒരു അഡ്രസ്സ് തരാം, അവിടെ നിന്ന് പോയിക്കൊള്ളാൻ പറയും. അഡ്രസ്സ് നോക്കിയപ്പോൾ തങ്ങളുടെ അഡ്രസ്സാണ്. അവർ അല്ല, ഞങ്ങൾ ഇതിനൊന്നും പോകാത്ത ആളുകളാണ്. അല്ല, നിങ്ങളൊന്ന് പോയി നോക്ക്, പോയി നോക്കിന്നിപ്പോ എന്താ പ്രശ്നം? അപ്പൊ എന്താണ്, വീട്ടിൽ പ്രശ്നങ്ങൾ കാരണം കുടുങ്ങാണ്. അപ്പൊ ഒന്ന് പോയി നോക്കിയപ്പോ ഒരു ഏലസ് കൊടുത്തു. ഏലസ് കെട്ടിയപ്പോഴോ ഒരു കുഴപ്പമില്ല. അദ്ദേഹത്തിന് അനുഭവം പറഞ്ഞു, ഒരു പ്രശ്നം, വളരെ ആശ്വാസം.
എന്താണ് ഒരു മോഹിതായ ആളെ അതിന് കിട്ടിയപ്പോ പിശാച് അവന്റെ അവന്റെ പ്രവർത്തനമെല്ലാം നിർത്തിവെച്ച് നീ ഇത് തന്നെയാണ് ചെയ്യേണ്ടത്, ഇതാണ് നിന്റെ ശരിയായ മാർഗം എന്ന് അവനെ ബോധിപ്പിച്ചു കൊടുക്കുകയാണ്. ഒരു മുസ്ലിം കുടുംബം ക്രിസ്ത്യാനികളായ സംഭവം ഞാനൊരു റിപ്പോർട്ട് വായിച്ചു. ഞാൻ അവസാനം ആ വീട്ടിൽ ചെന്നു, അവരുമായിട്ട് സംഭാഷണം നടത്തി. ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ നേരിട്ട് ഇപ്പൊ ഇന്നടുത്ത് പിശാച് ബാധ ഉണ്ടെന്ന് ഞാൻ അവിടെ പോവും. അങ്ങനെ പോയിട്ടൊക്കെയാണ് നമ്മൾ കാര്യങ്ങൾ നേരിട്ട് എല്ലാ കേട്ട് കേൾവി ഊഹാഭോഹങ്ങൾ ഇതിലെടുത്തിട്ടില്ല. അപ്പോ അവര് എങ്ങനെ ക്രിസ്ത്യാനിയാവാൻ കാരണം അവർക്ക് ഒരു ഡോക്ടറും ചികിത്സിച്ചിട്ട് മാറാത്ത രോഗമായി. അവസാനം അവരോട് ആരോ പറഞ്ഞു നിങ്ങൾ ഇന്ന സ്ഥലത്ത് പോയി പോട്ടെ പോയി ധ്യാനത്തിന് പോയ രോഗം മാറുമെന്ന് പറഞ്ഞു. അപ്പൊ അവര് എന്നാ പിന്നെ അന്നത്ത് നോക്കിക്കളയാം. അങ്ങനെ അവരെന്ത് ചെയ്തു, പോട്ടെ ധ്യാനത്തിന് പോയി. ഒരു ഭക്ഷണം പോലും ഇറങ്ങാതിരുന്ന അവർ പറയാണ് അവിടെ നിന്ന് ബ്രെഡും ചായ കൊടുത്തപ്പോൾ അത് ഇറങ്ങി. അങ്ങനെ അവർ പൂർണ്ണമായി അവർ രോഗം മാറി വന്നു. ഇന്ന് ആലുവക്കടുത്ത് ഒരു സ്ഥലത്ത് അവര് ഒരു ക്രിസ്ത്യൻ പ്രവർത്തകയായിട്ട് അവര് ക്രിസ്തുമതത്തിലേക്ക് ആളെ ചേർക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളായി ആ കുടുംബം മാറി. അവരുടെ അഡ്രസ്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ പേര് ലിദിയ എന്നാണ്, മുമ്പത്തെ പേര് ഐഷ ബീവി എന്നാണ്. പീടിയപ്പറമ്പിൽ കീഴുമാട് ആലുവ. ഈ വീട്ടിൽ സന്ദർശിക്കുകയും പക്ഷേ ഈ പറഞ്ഞ റിപ്പോർട്ടിൽ കുറച്ചെല്ലാം അമിതമായി എഴുതിയിട്ടുണ്ട്. പക്ഷേ ഈ സംഭവം ശരിയാണ്. ഇവരിങ്ങനെ ക്രിസ്ത്യാനിയായി മാറി, അവരുടെ കുടുംബമൊക്കെ ഇപ്പൊ ക്രിസ്ത്യാനികളാണ്. അപ്പൊ ഇവിടെ എന്താ സംഭവിച്ചതെന്ന് വെച്ചാല് ഒരു രോഗം, ആ രോഗം മാറാൻ വേണ്ടി ഇവർ പിശാച് സഹായം സ്വീകരിച്ചപ്പോ ആ പിശാചങ്ങൾ ഒഴിഞ്ഞു കൊടുത്തു. അപ്പൊ ഈ രീതിയിൽ ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന് അറിയാതെ പിശാചിന് സേവ ചെയ്യുന്ന ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകളാണ് നല്ലൊരു ശതമാനം. എന്റെ അടുത്ത് ചെല്ലുമ്പോൾ നിങ്ങൾ ഇന്നേ ചെയ്യുന്ന പറയുമ്പോൾ പിന്നെ അത് ചെയ്യാണ്, അല്ലാതെ വേറെ അത് എന്തുകൊണ്ട് അത് ചെയ്താൽ എന്താണെന്ന് പലരും ചിന്തിക്കാറില്ല. അപ്പൊ നമ്മൾ ഇത് വ്യക്തമായി അറിയണം, ഇതിന്റെ ലക്ഷണങ്ങൾ എന്താണ്, അതിനെന്ത് പ്രതിവിധിയാണുള്ളത് എന്ന് വ്യക്തമായി അറിയണം. ഇനി ഇതാണെന്നറിഞ്ഞിട്ടും പ്രതിവിധി എടുക്കുന്നില്ലെങ്കിലോ, ക്ഷമ അവലംബിച്ചാലോ അൽഹംദുലില്ലാ, ഒരു പ്രശ്നമില്ല. പക്ഷെ എന്താകാൻ പാടില്ല, ഇത് അറിയാതെ നമ്മുടെ പരലോകം നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് പോകാൻ പാടില്ല. ഭൂരിപക്ഷം ആളുകളുടെ അവസ്ഥ അതുകൊണ്ടാണ് ഇത് പറയാൻ കാരണം. ഇനി ഈ ആളുകൾക്ക് മാനസികമായ ചില രോഗലക്ഷണം ഉണ്ടാവും, ശാരീരികമായ രോഗലക്ഷണം ഉണ്ടാവാം. മാനസികമായ രോഗലക്ഷണം എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനമായിട്ട് കാണുന്നതാണ് അകാരണമായ ഭയം. വീട്ടിൽ ഒരു മുറിയിൽ നിന്ന് അപ്പുറത്തെ മുറിയിലേക്ക് പോകില്ല. ഒരു ചെറിയ കുട്ടിയുണ്ടെങ്കിൽ ചിലപ്പോൾ അവർക്കൊരു ആശ്വാസമാണ്. അങ്ങനത്തെ ഒരു ഭയം. അവരുടെ റൂമിൽ ആരോ അങ്ങോട്ട് പോയോ, ഇതൊക്കെ ആരോ അങ്ങോട്ട് ഇങ്ങോട്ട് സഞ്ചരിക്കുന്ന പോലെ ഒരു തോന്നൽ, ഇങ്ങനെയൊക്കെയുള്ളൊരു ഭയം ഉണ്ടാകുക. ചില തോന്നൽ, ഹലൂസിനേഷൻസ്. ഇപ്പൊ ഒരു വീട്ടിൽ ചെന്നപ്പോൾ പറഞ്ഞെന്ന് വെച്ചാൽ അവരിങ്ങനെ പൂച്ചനും പട്ടീനൊക്കെ റൂമിൽ കാണുക എന്ന് പറഞ്ഞു. പൂച്ചനും പട്ടീനെ റൂമിൽ കാണുക, മറ്റുള്ളവർ കാണാത്ത രംഗങ്ങൾ കാണുക, ഹലൂസിനേഷൻസ് പറയും. പിന്നെ അത് സംശയം, ചില ആൾക്ക് സംശയം എന്നെ കുറിച്ചാണ് പറയുന്നത്. ഇതിങ്ങനെ സംശയം ഉണ്ടാകുക. അങ്ങനെ സംശയം മൂത്ത് അത് ഭ്രാന്തിലേക്കായി പോകും. ചില ആളുകൾ പ്രശ്നം വെച്ചാൽ ഇങ്ങനെ ഇരിക്കും, ഡോർ കുറ്റിയിട്ടോ, ഇട്ടിട്ടില്ല. അപ്പൊ ഇങ്ങനെ കുറ്റിയിട്ട് ഇട്ടില്ല, പിന്നെ ഒന്നോട്ട് കുറച്ച് ഇട്ടോ, ഇങ്ങനെ ചില ആളുകൾ എന്നിട്ട് നേരം വെളുക്കുന്നവരെയും അതിന്റെ മുന്നിലായിരിക്കും കുറ്റിയിട്ടോ കുറ്റിന്ന്. ഒബ്സസീവ് കമ്പൾസീവ് ന്യൂറോസിസ് എന്നാണ് നമ്മൾ വൈദ്യശാസ്ത്രത്തിൽ ഇത് പറയുക. അത് വൈദ്യശാസ്ത്രത്തിൽ കാര്യമായിട്ട് അതിന് ചികിത്സയൊന്നുമില്ല. പിന്നെ ചില മരുന്നുകളുണ്ട്. ആ മരുന്നുകൾ കഴിച്ചാൽ ചിലപ്പോൾ കുറച്ചൊരു ആശ്വാസം ഉണ്ടാവും. നിവൃത്തിയില്ലെങ്കിൽ ബ്രെയിനിന്റെ ഒരു ഭാഗം കട്ട് ചെയ്ത് കളയണമെന്നാണ്, കണക്ഷൻ മുറിച്ചു കളയാന്നുള്ളതാണ് അതിലെ ട്രീറ്റ്മെന്റ് ആയിട്ട് പറയുന്നത്. പക്ഷെ ഇങ്ങനത്തെ ഒരാൾ എൻ്റെ അടുത്ത് വന്ന് അദ്ദേഹം എൻ്റെ അടുത്ത് വരുന്ന സമയത്ത് കാണുന്നത് 2 കൈയും വൈറ്റ് വാഷ് ചെയ്ത പോലെ ഇരിക്കുന്നത്. 2 കൈയും അല്ല, ഒറിജിനൽ കളറ് എന്ന് വ്യത്യസ്തമായിട്ട് 2 കൈയും. അപ്പൊ എന്താന്ന് ചോദിച്ചു പറഞ്ഞാൽ അത് വസ്ത്രം കഴുകുന്നതാണ് എന്ന് പറഞ്ഞാൽ ഡെയിലി ഇപ്പോ ധരിച്ചു വരുന്ന വസ്ത്രം അപ്പൊ തന്നെ കഴുകി അങ്ങനെ അപ്പൊ കഴിയുമ്പോ ഭിത്തിയിൽ ഒരു ലേശം വെള്ളം ഇങ്ങോട്ട് തെറിച്ച് അപ്പൊ ആ ഭിത്തിയും കഴുകി പിന്നെ വസ്ത്രം ഒന്നുകൂടെ കഴുകി, അങ്ങനെ 4-5 മണിക്കൂർ വസ്ത്രം കഴുകലാണ്. അവസാനം ഭാര്യ പറഞ്ഞു ഞാൻ നിങ്ങളോട് ജീവിക്കാനില്ല എന്നുള്ള ഭാര്യ നാട്ടിലേക്ക് പോകുന്നു. ഇങ്ങനത്തെ അവസ്ഥയിലാണ് അദ്ദേഹം എന്നെ കാണുന്നത്. അങ്ങനെ അദ്ദേഹത്തോട് നമ്മൾ ചില ചികിത്സാ മാർഗങ്ങൾ പറഞ്ഞു കൊടുത്തു, ഖുർആൻ ഉപയോഗിച്ചുള്ള ചികിത്സ പറഞ്ഞു കൊടുത്തു. അൽഹംദുലില്ലാഹ് ഞാൻ പോരുന്ന സമയത്ത് അദ്ദേഹം വരുമ്പോൾ കൈക്കൊക്കെ ഒറിജിനൽ കളറായിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ എത്തിയ ശേഷം അയാൾ പിന്നെ എന്നെ വിളിച്ചു പറഞ്ഞ് ഭാര്യ വന്നു, മടങ്ങി വരാൻ പോവാണ് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ എന്നെ പിന്നെ വിളിച്ചു പറഞ്ഞിരുന്നു. അപ്പോ ഞാൻ മനസ്സിലാക്കിയത് അദ്ദേഹം ഒരുപാട് കാലമായി മറ്റേ മരുന്ന് കഴിക്കുന്നു. ആ മരുന്നിനേക്കാൾ എഫക്റ്റീവ് ആയത് ഈ ഖുർആൻ ഉപയോഗിച്ചുള്ള അദ്ദേഹത്തിന് കൊടുത്ത ചികിത്സയാണ്. വേറൊരു സ്ത്രീ ഒരു സംബന്ധം പറഞ്ഞതെന്ന് വെച്ചാല് അവരുടെ പ്രശ്നത്രേ ഉള്ളൂ, ആരെങ്കിലും അതിഥികൾ വന്നു കഴിഞ്ഞാൽ പിന്നെ വീട് മുഴുവൻ വൃത്തിയാക്കണം. അവരിരുന്ന